നിങ്ങൾ ഓസ്ട്രേലിയയിൽ വന്ന് ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻ്റായി അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ സിറ്റിസനായി മാറിയതിന് ശേഷം നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധു അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ കസിൻ അല്ലെങ്കിൽ അങ്കിള് അല്ലെങ്കിൽ അപ്പനമ്മ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോ ബ്രദർ ഇൻ ലോ ഇവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്നെ ഒന്ന് ഓസ്ട്രേലിയയിൽ ഒന്ന് വിസിറ്റിന് വേണ്ടി ഒന്ന് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റുമോ? അതിന് എന്ത് മറുപടി കൊടുക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളാരും ഇതുവരെ വാച്ച് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ സ്പോൺസർ ചെയ്ത് ഇവിടെ ഓസ്ട്രേലിയയിൽ വിസിറ്റിന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 വയസ്സിന് മുകളിലായിരിക്കണം നിങ്ങളുടെ പ്രായം. മാത്രമല്ല നിങ്ങൾ ഓസ്ട്രേലിയയിൽ സെറ്റിലായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓസ്ട്രേലിയയിലെ പെർമനൻറ്റ് റെസിഡൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസനോ ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്ത് ഇവിടെ വിസിറ്റിന് ടെമ്പററി ആയിട്ട് വിസിറ്റിന് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞേക്കട്ടെ, വേറെ ഒന്നുമല്ല, വിസയുടെ പേര് സ്പോൺസേഡ് ഫാമിലി വിസ എന്നാണ്. അപ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചവർ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചവർ നിങ്ങളുടെ നാട്ടിലുള്ള കളിക്കാൻ പോകുമ്പോഴുള്ള കൂട്ടുകാർ ഇവരെയൊന്നും നമുക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻസിനോ സിറ്റിസൻസിനോ സ്പോൺസർ ചെയ്യാൻ പറ്റുകയില്ല. ഇതിൻ്റെ പേര് സ്പോൺസേഡ് ഫാമിലി വിസ എന്നാണ്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ നിനക്ക് എന്നെ സ്പോൺസർ ചെയ്തോടെ എന്ന് പറയുമ്പോൾ ഇത് അവിടെയുള്ള വിസയുടെ സ്പോൺസേഡ് ഫാമിലി വിസയാണ്, സ്പോൺസേഡ് ഫ്രണ്ട് വിസയല്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് വരണമെങ്കിൽ അവർ സ്വന്തമായിട്ട് ഒരു ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്ത് വരേണ്ടി വരും. ഫാമിലി സ്പോൺസേഡ് സ്ട്രീമിൽ വരാൻ പറ്റില്ല. അപ്പോൾ ഈ ഓസ്ട്രേലിയൻ സ്പോൺസേഡ് ഫാമിലി വിസയിൽ ആരാണ് നിങ്ങളുടെ ബന്ധു എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നിങ്ങളുടെ പാരൻസ്, അതായത് അപ്പനമ്മ, ബ്രദർ സിസ്റ്റർ, ഇവരൊക്കെ നിങ്ങളുടെ ബന്ധുക്കളാണ്. പിന്നെ നീസ്, അങ്കിൾ, നെഫ്യൂ, ആൻഡ്, ഗ്രാൻഡ് പാരൻറ്റ്, ഗ്രാൻഡ് മദർ, ചൈൽഡ്, നിങ്ങളുടെ കുട്ടികൾ, ഇതൊക്കെ നിങ്ങളുടെ ബന്ധുക്കളാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങളുടെ അപ്പാപ്പൻ അമ്മാമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻറ്റ് ഗ്രാൻഡ് മദർ, ഫാദർ മദർ, ചൈൽഡ്, സ്പൗസ്, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, പിന്നെ അങ്കിൾ ആൻഡ്, പിന്നെ ആരാണ് പറയുക അങ്കിൾ ആൻഡ് നിങ്ങളുടെ നെഫ്യൂ നീസ്, അതായത് അനിയൻ്റെ കൊച്ച് അല്ലെങ്കിൽ അനീത്തിയുടെ കൊച്ച് അല്ലെങ്കിൽ ചേട്ടൻ്റെ കൊച്ച് അല്ലെങ്കിൽ ചേച്ചിയുടെ കൊച്ച്, അവരുടെ അതായത് നീസ് ആൻഡ് നെഫ്യൂ, ഇവരൊക്കെയാണ് ഈ ബന്ധുക്കളായിട്ട് കണക്കാക്കുന്നത്. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഭാര്യയും നിങ്ങൾക്ക് ഫാമിലി സ്പോൺസേഡ് വിസയിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഗ്രാൻഡ് പാരൻ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രാൻഡ് ചൈൽഡിനെയും കൊണ്ടുവരാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ കൊണ്ടുവരാമെന്നായിരുന്നു. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഗ്രാൻഡ് പാരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് ചൈൽഡിനെയും ഇങ്ങോട്ട് സ്പോൺസർ ചെയ്ത് വിസിറ്റിന് കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ ഇൻലോസിനെ കൊണ്ടുവരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ കണ്ടീഷനുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ നെഫ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറിൻ്റെ മകനോ അല്ലെങ്കിൽ മകളെയോ നിങ്ങൾ ഇങ്ങോട്ട് സ്പോൺസർ ചെയ്യുമ്പോൾ ആ വിസയുടെ കൂടെ നിങ്ങളുടെ ബ്രദറിൻ്റെ ഭാര്യ അല്ലെങ്കിൽ അനീത്തിയുടെ ഭർത്താവ് വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇൻലോസിനെ സ്പോൺസർ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇൻലോസിനെ മാത്രമായിട്ട് സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എൻ്റെ കസിനെ എനിക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ ഞാൻ എൻ്റെ അങ്കിളിനെ സ്പോൺസർ ചെയ്യുമ്പോൾ അങ്കിളുടെ മകനോ മകളോ കൂടെ വേണമെങ്കിൽ എനിക്ക് സ്പോൺസർ ചെയ്യാം. അങ്കിളിനെ സ്പോൺസർ ചെയ്യാം. അപ്പോൾ അങ്കിളും അങ്കിളുടെ മകനും അല്ലെങ്കിൽ മകളും ഒരുമിച്ചാണ്
വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എനിക്ക് സ്പോൺസർ ചെയ്യാം. അല്ല ഇപ്പം നിൻ്റെ കസിൻ വന്ന് പറയാണ്, നിങ്ങളുടെ കസിൻ വന്ന് പറയാണ്, എടാ എനിക്കൊരു സ്പോൺസർഷിപ്പ് താടാ, എന്നെ ഇവിടേക്ക് വിസിറ്റിന് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മാത്രമായിട്ട് വയ്ക്കാൻ പറ്റില്ല. അവൻ്റെ അങ്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവൻ്റെ ആൻറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സ്പോൺസർ ചെയ്യാം. അപ്പോൾ ഇത് മറക്കാണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിയാൻസി ഇപ്പോൾ പറയണേ, അത് എൻ്റെ ഗേൾ ഫ്രണ്ടാണ്, ഞാൻ ഭാവിയിൽ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ അത് എൻ്റെ ബോയ് ഫ്രണ്ടാണ്, ഞാൻ ഭാവിയിൽ കല്യാണം കഴിക്കും. അവരെ ഫാമിലി സ്പോൺസേഡ് വിസയിൽ കണക്കാക്കുന്നതല്ല, അത് ഫ്രണ്ടാണ്, ഫിയാൻസിയാണ്. ഫിയാൻസി ആണ്, പക്ഷേ അത് നമ്മുടെ ബന്ധുവായിട്ടില്ല. അപ്പോൾ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കസിൻസിനെ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇൻലോസിനെ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ട്സിനെ സ്പോൺസർ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അതൊന്ന് നമ്മുടെ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. പിന്നെ ഉള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഫോം 1149 ഫില്ല് ചെയ്ത് കൊടുക്കണം. അതാണ് അപ്ലിക്കേഷൻ ഫോർ സ്പോൺസേഡ് ഫാമിലി വിസിറ്റർ വിസയുടെ ആ ഫോമാണ്, അപ്ലിക്കേഷൻ ഫോമാണ് അത്. അതായത് നിങ്ങൾ അവരുടെ സ്പോൺസറാണെന്ന് പറഞ്ഞിട്ടുള്ള ഫോമാണ്. ആ ഫോമിൻ്റെ നമ്പർ ഫോം 1149. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ബന്ധുവാണെന്നും ഈ പറഞ്ഞ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ബന്ധങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റണം. ആ ഡീറ്റെയിൽസൊക്കെ, അതിൻ്റെ എവിഡൻസും പ്രൂഫൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട വരും ഈ സ്പോൺസേഡ് ഫാമിലി വിസയ്ക്ക്. മാത്രമല്ല ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ബോണ്ട്, സെക്യൂരിറ്റി ബോണ്ട് ആവശ്യപ്പെടാം. അതായത് സാധാരണ സ്ഥിതിക്ക് അവർ ആവശ്യപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഡോളർ 5000 മുതൽ 15000 വരെ, ഇതിനിടയിലുള്ളൊരു എമൗണ്ടാണ് അവർ സെക്യൂരിറ്റി ബോണ്ടായിട്ട് ഈച്ച് അപ്ലിക്കൻറ്റിന് ചോദിക്കാവുന്നത്. പക്ഷേ സാധാരണ നിലയ്ക്ക് നമ്മൾ പാരൻസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവരൊരു ഡെപ്പോസിറ്റ്, ഈ എമൗണ്ട്, അതായത് നമ്മുടെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മുടെ സാലറി, പേ സ്ലിപ്പ്, നമ്മുടെ പേ സ്ലിപ്പും നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എടുത്ത് ഈ കുറച്ച്, അതായത് ഒരു 5000 മുതൽ $6000 വരെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടും. അവർക്ക് പക്ഷേ ഇപ്പോൾ ആ വിസ തരണവർക്ക്, അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് നമ്മുടെ അടുത്ത് സെക്യൂരിറ്റി ബോണ്ട് തരണമെന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അതൊരു 5000 മുതൽ 15000 വരെ ആയിരിക്കും. ആ ബോണ്ട് കൊടുത്തിട്ട് അവർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ബോണ്ട് തിരിച്ചു തരും, റിലീസ് ചെയ്ത് തരുന്നതായിരിക്കും. അതും ഇതിൻ്റെ ഭാഗമാണ്. സാധാരണ സ്ഥിതിക്ക് അവർ ബോണ്ട് ചോദിക്കാറില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ കുറേ ആൾക്കാരോ അല്ലെങ്കിൽ അകന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ റീസൺ അത്ര വാലിഡ് അല്ലെങ്കിലോ എന്നൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അവർ സെക്യൂരിറ്റി ബോണ്ട് ചോദിക്കാം, 15000 വരെ. ചിലപ്പോൾ അതിൽ കൂടുതൽ പോകാം, അത് അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതും ഒന്ന് മനസ്സിൽ വയ്ക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോൺസർഷിപ്പിൻ്റെ കാലാവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിസ തീരണ വരെയാണ് ആ കാലാവധി. അപ്പം നമ്മൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാർ ഇവിടെ എന്തെങ്കിലും നഷ്ടങ്ങളോ ബാധ്യതകളോ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം സ്പോൺസറാണ്. അവരാണ് ആ കടങ്ങളൊക്കെ ഗവൺമെൻറ്റിലേക്ക് അടച്ചു തീർക്കേണ്ടത്. അവരാണ് ഈ വരുന്ന, നമ്മൾ സ്പോൺസർ ചെയ്ത് വരുന്ന നമ്മുടെ ബന്ധുക്കൾ ഇവിടുത്തെ റൂൾസ് ആൻഡ് എല്ലാം പാലിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തേണ്ടതും ഈ സ്പോൺസറിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിലെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വിസ ക്യാൻസൽ ചെയ്ത് അവരെ തിരിച്ചു വിടാം. അവർ വരുത്തിയ നഷ്ടങ്ങൾക്ക് സ്പോൺസർ പൈസ കൊടുത്ത് തീർക്കേണ്ട വരും. അപ്പോൾ ഇതും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ സാധാരണ സ്ഥിതിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും നമ്മുടെ പേ സ്ലിപ്പും മതി. എങ്ങാനും അവർ ചോദിക്കുകയാണെങ്കിൽ ഈ 5000 മുതൽ 15000 വരെ നമ്മൾ സെക്യൂരിറ്റി ബോണ്ട് അടയ്ക്കേണ്ടി വരും. അത് അവരുടെ വിസ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് വേറെ ഇവിടെ കടബാധ്യതകളോ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ആ ഫണ്ട് നമുക്ക് തിരിച്ച് റിലീസ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ഒരാളെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ 5 വർഷത്തേക്കായിരിക്കും വിസ കിട്ടിയിട്ടുണ്ടാവുക, ചിലപ്പോൾ 3 വർഷമായിരിക്കാം, ചിലപ്പോൾ 1 വർഷമായിരിക്കാം. അവർ 1 വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി അത് കഴിഞ്ഞ് നമ്മൾ വേറെ ആൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുമ്പോൾ ചിലപ്പോൾ മാത്രമേ നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് ബേസിക്കലി അവർ ഫണ്ട് നോക്കണം. ഇപ്പം നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്യുമ്പോൾ 5000 മുതൽ 15000 വരെ അവർക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നാണ് ഗവൺമെൻറ് കണക്കാക്കണേ. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒരാളെയും കൂടി സ്പോൺസർ ചെയ്യുമ്പോൾ അവർക്കും ഈ പൈസ
സെയിം പൈസയാണ് വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളെ ഇന്നെലിജിബിൾ ആക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഗവൺമെൻറ് ഈ കേസ് ഓഫീസറായിരിക്കും തീരുമാനിക്കുന്നത്. അപ്പോൾ കേസ് ഓഫീസറിൻ്റെ ഇതുപോലെ ഇരിക്കും, അവർ നോക്കിയിട്ട് അവർ നിങ്ങളെ അസസ് ചെയ്യും, നിങ്ങളെ കൊണ്ട് ഒരാളെയും കൂടി സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് ബേസ്ഡ് ആയിട്ടാണ് ആ സ്പോൺസർഷിപ്പ് പരിപാടി വർക്ക് ചെയ്യുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, വേറെ ഒന്നല്ല, നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, എന്നാൽ ആ സ്പോൺസർ ചെയ്ത ആൾ ആ വിസ കണ്ടീഷൻസ് അനുസരിച്ചിരുന്നില്ല, വിസ കണ്ടീഷൻസ് പാലിച്ചിരുന്നില്ല എവിടെയായിരുന്നപ്പോൾ. അങ്ങനെ ഇവിടുന്ന് പോണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക്, അതായത് സ്പോൺസർക്ക്, അടുത്ത 5 വർഷത്തേക്ക് ഈ സെയിം വിസയിൽ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പം നിങ്ങൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്ന ആൾ ഇവിടുത്തെ റൂൾസ്, ആ വിസ കണ്ടീഷൻസ് ഒബേ ചെയ്തില്ലെങ്കിൽ, അതിനനുസരിച്ച് ഇവിടെ നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 5 വർഷത്തേക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഈ വിസിറ്റർ വിസയ്ക്ക് നിങ്ങൾക്ക് ആരുടെ അസിസ്റ്റൻസ് നേടാമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് ലീഗലായിട്ട് അസിസ്റ്റ് ചെയ്യാൻ പറ്റണവർ, അതായത് കുറേ പേർക്ക് പറ്റും, പക്ഷേ മെയിനായിട്ട് ഈ മൈഗ്രേഷൻ ഏജൻറ്റ് അല്ലെങ്കിൽ ലീഗൽ പ്രാക്ടീഷണേഴ്സ്, അവർക്ക് നിങ്ങളെ ഉറപ്പായിട്ടും അസിസ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് നിങ്ങളുടെ നിന്ന് ഫീ വാങ്ങാൻ പറ്റും. എന്നാൽ ബാക്കിയുള്ള എല്ലാവരും എക്സെപ്റ്റ് പേഴ്സൺ എന്ന് പറയുക, അതായത് ഫ്രണ്ട്, ഫാമിലി, സ്പോൺസർ, നോമിനി, അതായത് ഈ പറഞ്ഞ 2 പേരല്ലാണ്ട് ബാക്കി ആര് നമ്മളെ ഈ പ്രോസസ്സിന് വേണ്ടി സഹായിച്ചാലും ഒരു ഫോം, എക്സെപ്റ്റ് പേഴ്സൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരാം. എന്നാൽ ഇവർ ചെയ്യുമ്പോൾ ഇവർക്ക് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പൈസ ചാർജ് ചെയ്യാൻ പാടില്ല. എങ്ങാനും ഈ പറഞ്ഞ ആൾക്കാരെ പൈസ ചാർജ് ചെയ്തെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ 10 വർഷം വരെ ജയിൽ വരെ, പെനാൽറ്റി വരെ കിട്ടാം. അതുകൊണ്ട് എക്സെപ്റ്റ് പേഴ്സൺസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ മൈഗ്രേഷൻ ഏജൻറ്റ് അല്ലാണ്ട് ലീഗൽ പ്രാക്ടീഷണർ, ഇവരല്ലാത്തവർ ഒരാളും ഈ വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളവരിൽ നിന്ന് പൈസ വാങ്ങാൻ പാടില്ല. അപ്പോൾ ആർക്കെല്ലാം സ്പോൺസർ ചെയ്യാൻ പറ്റും, ആരെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയെന്ന് മനസ്സിലാവുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ അവരുടെ IMMI.gov പോയി തന്നെ കാണണം. ഇത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ആ വെബ്സൈറ്റിൽ, ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഒരു റെഫറൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇൻഫോംഡ് ഡിസിഷൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് പോലെ ഈ വീഡിയോ ആവുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ ഓഡ് ക്യാച്ചി ടോക്ക്.